ശ്രീകുമാർ, ഒരു കോൺഗ്രസ് സഹയാത്രികൻ എന്ന നിലയിൽ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ ഓർത്തെടുക്കാൻ ഒരുപക്ഷെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമങ്ങളുടെ മൂടിക്കെട്ടിയ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണിനെ പൂർണ്ണമായും നിശ്ചലമാക്കിയ 2 വർഷം 75 മുതൽ 77 വരെ ആ 2 വർഷത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി താങ്കൾക്ക് പറയാനുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന രാജാജി മാത്യു തോമസിൻ്റെ വിമർശനത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ അനിൽ നമ്പ്യാർ, നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യവും 2010 മുതൽ 2014 മുതൽ 10 വർഷം ഇന്ത്യ ഭരിച്ച BJPയുടെ സമീപനങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉചിതമാണ്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ചിലതൊക്കെ നടന്നു എന്നുള്ളത് സത്യമാണെന്ന് പിന്നീട് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് അതിനെ എതിർത്ത് വന്ന് വളരെ മേനി നടിക്കുന്നവരൊക്കെ അക്കാലത്ത് എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള രേഖകളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമ്മളതൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, CPIക്ക് മാത്രമല്ല. ഇവിടെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ അത് അച്ചടക്കത്തിൻ്റെ കാലമാണെന്ന് പറഞ്ഞത് വിനോബ ഭാവെയാണ്. അതിനെ പുകഴ്ത്തിയ മറ്റൊരു മഹതി മദർ തെരേസയാണ്. അക്കാലത്ത് RSS എഴുതിയ ചില കത്തുകളെക്കുറിച്ചൊക്കെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അടിയന്തരാവസ്ഥക്കാലം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു നിയമവാഴ്ചയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആലോചിക്കണം. സോഷ്യൽ മീഡിയ ഇല്ല, സാങ്കേതിക സംവിധാനങ്ങളുടെ വിപുലീകരണമില്ല. ഇന്ത്യയിലെ അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള റോയും അതുപോലെ IB മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇൻ്റലിജൻസ് ബ്യൂറോയും മാത്രമുള്ള കാലഘട്ടത്തിൽ ഒരു ഭരണാധികാരി ഭരണഘടനയിലെ ഒരു ചട്ടപ്രകാരം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അക്കാലത്ത് വിമർശിക്കപ്പെട്ടിരുന്നു. അന്നങ്ങനെ വിമർശിച്ചവരിൽ ഒരാളുടെ പേര് AK ആൻ്റണി എന്നാണ്. ഗോഹത്തി AICC സമ്മേളനത്തിൽ സംതിങ് റോങ് സംവെയർ, എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ AK ആൻ്റണിയോട് അന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത് കേരളത്തിലേക്ക് തിരിച്ചു പോകണ്ടേ എന്നാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ ചില പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായി എന്ന് കാണിക്കാൻ ഞാൻ അവിടെ പറഞ്ഞതാണത്. ഇന്ന് BJP ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട നാളുകളെക്കുറിച്ച് പ്രചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കേറ്റ തിരിച്ചടി എന്ന് ഞാൻ പറയുമ്പോൾ മോദിയല്ലേ വീണ്ടും പ്രധാനമന്ത്രി എന്ന് BJP ചോദിച്ചേക്കാം. പക്ഷേ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞ ചെയ്തത് ആ ഭരണഘടനയുടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് കാണിക്കാനാണ്. അതുപോലെ കേരളത്തിലെ CPM ഭരണത്തിലെ ഏറ്റ തിരിച്ചടിയും ഇവിടെ ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഏകാധിപത്യത്തിനെതിരായുള്ള ജനവിധി എന്ന് കേന്ദ്രത്തിലും കേരളത്തിലും പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കോൺഗ്രസ് സഹയാത്രികനായ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ച് വലിയ തെറ്റൊന്നും ഇപ്പോഴും കാണുന്നില്ല. കാരണം അക്കാലത്ത് അത് അനിവാര്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞെങ്കിൽ അത് അന്നത്തെ അനിവാര്യതയായിരുന്നു. ഇന്ന് ശ്രീ നമ്പ്യാർ ചോദിച്ച ഈ പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച, അതായത് അന്ന് അടിയന്തരാവസ്ഥ കാലത്തെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടാണ് പത്രങ്ങളോടെ ചിലതൊക്കെ സംയമനം പാലിക്കാനും ചിലതൊക്കെ സെൻസർ ചെയ്യാനൊക്കെ തീരുമാനിച്ചത്. അന്ന് പത്രങ്ങൾ പ്രതിഷേധം കാണിച്ചു. കേരളത്തിലെ മലയാള പത്രമായ എക്സ്പ്രസ് അന്ന് എഡിറ്റോറിയൽ കോൾ ഒഴിച്ചിട്ടു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് കാരണഭൂതന്മാരായ നേതാക്കൾ കെട്ടിപ്പൊക്കിയ ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായി
1980 ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വന്നു 2 വർഷത്തിന് ശേഷം. ഇവിടെ നോക്കൂ, 10 വർഷം ഭരിച്ച ശേഷം നരേന്ദ്രമോദി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ്. അത്തരം വിഷയങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ ഉയർത്തിപ്പിടിച്ചെങ്കിൽ അതിലും വലിയൊരു ഭീകരാവസ്ഥയെ നമുക്ക് കാണേണ്ടി വരില്ല. ഇവിടെ ഭരണഘടനാ പ്രകാരവും പത്രസ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ പത്രങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ചാനലുകളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം. തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 400-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ 350 മുതൽ അല്ലെങ്കിൽ 300 മുതൽ മേലോട്ടെന്ന് പറഞ്ഞ ചാനലുകളും സർവേകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? ഇന്ത്യ ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ സമവായത്തിന് ശ്രമിച്ചു BJP നേതാക്കൾ. സമവായം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നം. സമവായത്തിന് ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതൊക്കെയാണ് ശ്രീ നമ്പ്യാർ ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ രാജാജി മാത്യു തോമസ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് പറഞ്ഞത് 1/2 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവത്തെ നമ്മൾ ഇന്നുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം ഇന്ന് എല്ലാ സാങ്കേതിക സംവിധാനവും വളർന്നു കഴിഞ്ഞു, ഒരുപാട് വ്യാപ്തി വന്നു. ആ വളർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ പത്രങ്ങളുടെ വാമൂടിക്കെട്ടാൻ ശ്രമിച്ചതും. എങ്ങനെ വാമൂടിക്കെട്ടി? ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലെ കാര്യം, രാജാജിയുടെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ കാര്യവും ചർച്ച ചെയ്യണം. നിയമസഭയ്ക്കകത്ത് അക്രഡിറ്റേഷനുള്ള പത്രലേഖകർക്ക് അനിൽ നമ്പ്യാർ ഉൾപ്പെടെയുള്ളവർക്ക് കയറാൻ കഴിയില്ല. ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ കയറിയിരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ നിയമസഭയിൽ ചിത്രീകരിക്കാൻ കഴിയില്ല. അതുപോലെ ലോക്സഭയിൽ അത് തന്നെയല്ല അവസ്ഥ. ഇവിടെ ശ്രീ നന്ദകുമാർ പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്ത കാര്യത്തേക്ക് എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്. ജനം തിരഞ്ഞെടുത്ത പ്രതിപക്ഷത്തെ, തിരഞ്ഞെടുത്ത രാഹുൽ ഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും ശ്രമിച്ച ഭരണത്തിനെതിരെ സുപ്രീം കോടതി വിധിച്ചു. ആ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. മറക്കണ്ട. എന്താണ് പറഞ്ഞത്? അമേഠിയിൽ നിന്ന് ഒളിച്ചോടി. ശരി, ഒളിച്ചോടി വയനാട്ടിൽ വന്നു, അവിടെ ജയിച്ചു. വീണ്ടും റായ്ബറേലിയിലേക്ക് വന്നു, അവിടെ ജയിച്ചു. അമേഠിയിൽ ഒളിച്ചോടി എന്ന് പറഞ്ഞ വനിതാ നേതാവ് തോറ്റു. ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ പോലും നരേന്ദ്രമോദി പിന്നിൽ എന്ന വാർത്ത നമ്മൾ കേട്ടു. രാഹുൽ ഗാന്ധി പിന്നിൽ എന്ന വാർത്ത നിങ്ങൾ കേട്ടോ? ഇല്ല. അപ്പോൾ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന BJPയുടെ നേതാക്കളുടെ ചില സമീപനം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഈ ചർച്ച വളരെ പ്രസക്തമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ CPMന്റെ ചില മനോഭാവങ്ങൾ, BJPയുടെ മനോഭാവങ്ങൾ ചർച്ച ചെയ്യണം. അവിടെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, എനിക്കില്ല. കാരണം ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ഘട്ടത്തിൽ അലഹാബാദ് ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഷാജി പറഞ്ഞു. അത് ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ കാരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്കതൊക്കെ ഇത്ര ഗൗരവമുള്ളതാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉൽപാദനക്ഷമത കൂടിയത് നമ്മൾ മറക്കണ്ട. 20 പരിപാടിയെ ആക്ഷേപിച്ചെങ്കിലും അക്കാലത്ത് ഉൽപാദനക്ഷമത കൂടി. മാത്രമല്ല, ചില ഭീകര പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യാൻ സാധിച്ചു. കേരളത്തിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ നടുവൊടിഞ്ഞത് ആ കാലത്താണ്. എന്തുകൊണ്ടാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ഭരണമുന്നണി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്? ഇതൊക്കെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങളല്ലേ. പക്ഷേ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 49 വർഷം, അതായത് 50 വർഷം പിന്നിൽ നടന്ന ഒരു സംഭവത്തെ നമ്മൾ ഈ കാലവുമായിട്ട് കൂട്ടിയിണക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഒന്നുമല്ല. ഇവിടുത്തെ എന്താ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറയില്ല. എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഇല്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിയമമുണ്ട്, ഭരണഘടന ഉണ്ട്. പക്ഷെ ആ ഭരണഘടന മാറ്റേണ്ടി വരും എന്നതാണ് ചർച്ചാ വിഷയമായത്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയും പറഞ്ഞില്ല നിങ്ങൾ എന്ത് കഴിക്കണമെന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയും പറഞ്ഞില്ല നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഭരണാധികാരിയോ മതത്തെയോ ജാതിയെയോ അധിക്ഷേപിച്ചില്ല. ജനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ചില ആന്റണി പറഞ്ഞതുപോലെ എവിടെയോ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചു. അതിന്റെ തിരിച്ചടി കിട്ടി. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ജനതാ പാർട്ടി ഭരിച്ചു. 2 വർഷമല്ലേ ഭരിച്ചുള്ളൂ. മൊറാർജി ദേശായി മാറിയിട്ട് ചരൺ സിംഗ് എങ്ങനെയാ വന്നത്? ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിച്ചവരെ എല്ലാം പിടിച്ച് ജയിലിലടച്ചു അല്ലേ? ഇവിടെ മോദിയെ വിമർശിച്ചവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴെന്താ? മോദിയെ വിമർശിച്ച ആരെങ്കിലും പിടിച്ച കൽത്തുറുങ്കിൽ അടച്ചിട്ടുണ്ടോ? മാത്രമല്ല
മോദിയെ ഏതറ്റം വരെയും അധിക്ഷേപിക്കാം എന്ന ഒരു തലത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അല്ലേ? അപ്പോൾ നേരത്തെ ശ്രീ ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൗരൻ്റെ ഏത് മൗലികാവകാശമാണ് കവർന്നെടുത്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ? ശ്രീ അനിൽ നമ്പ്യാർ, അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി, വ്യക്തിയല്ല മുഖ്യമന്ത്രി, ജയിലിൽ കിടക്കുന്ന കാലത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, കേജ്രിവാളിനെ താങ്കളെ പോലുള്ളവർ എന്തിനാണ് വിശുദ്ധനാക്കുന്നത്? കേജ്രിവാളിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം, അല്ല ചിത്രം, വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തെങ്കിലും അത് സ്റ്റേ ചെയ്തത് അതുകൊണ്ടല്ലേ? അപ്പോൾ കോടതിയെയും നരേന്ദ്രമോദി ഇപ്പോഴും നിയന്ത്രിക്കുന്നു എന്നാണോ താങ്കളെ പോലുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആണോ? നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാർക്കൊക്കെ കിട്ടിയ സ്ഥാനങ്ങളും ഇന്ന് ഈ കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതിയെ ഉത്തരവിനെ കുറിച്ച് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. അതുകൂടാതെ ഈ നാട്ടിൽ ആരെയാണ് പിടിച്ച് ജയിലിലേട്ട് എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളാണ് കൊടുത്തത്? രാഹുൽ ഗാന്ധി ആരാണ്? ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലേ? വിമർശിച്ചു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. വിമർശിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. വിമർശിക്കാൻ പാടില്ല എന്നൊന്നുണ്ടോ? അത് BJPയുടെ ഒരു ഭരണപരമായ സമീപനമല്ല. ഞാൻ കേരളത്തിലെയും പറയുന്നുണ്ട്, അല്ല ശ്രീകുമാർ സാറേ, കേരളത്തിലെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉന്നയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ എല്ലാം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടില്ലേ? ജയിലിൽ അടച്ചിട്ടില്ലേ? ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു പ്രക്രിയ ആയിട്ട് മാത്രം കണ്ടാൽ പോരെ. അല്ലാതെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ജയിലിലടക്കുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വേട്ടയാടുന്നത് എന്ന് അങ്ങനെ ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ശ്രീ നമ്പ്യാർ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം അന്നത്തെ ഭരണകൂടം കൈക്കൊണ്ട ചില നടപടികൾ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കൈക്കൊണ്ട ചില നടപടികൾ, അതിനെ വിമർശിക്കുന്നവരുമുണ്ട്, വിമർശിക്കാത്തവരുമുണ്ട്. അതിൻ്റെ ദോഷം സാധാരണക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അക്കാലത്തെ നമ്മുടെ നാട്ടിലുള്ള ചില പ്രമുഖ സംഘടനകൾ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്ര രേഖകളായിട്ട് കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആരും മേനി നടിക്കേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. CPIയുടെ ഭട്ടിൻഡ കോൺഗ്രസ്സിൽ എന്ത് തീരുമാനമെടുത്താലും ശരി, ആ CPIയും അതിനൊപ്പം നിൽക്കുന്ന CPMഉം ഇന്ന് ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണ്. ആ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഇന്ദിരാഗാന്ധിയുടെ കൊച്ചു മകനായ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്, പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിലാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരുപാട് ഭരണകൂടങ്ങൾ ഉണ്ടായപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. നരസിംഹറാവുവിന് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, രാജീവ് ഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ BJP ഭരണത്തിലും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ. എല്ലാ ഭരണാധിപന്മാർക്കും ഏതെങ്കിലും കാലത്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയും ഇന്നത്തെ ഭരണ സംവിധാനത്തിന്റെ ചെയ്തികളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അത് രണ്ടും രണ്ടാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഇല്ല. അടിയന്തരാവസ്ഥ ഭരണഘടനാ പ്രകാരമുള്ള ഒരു ഭരണാധികാരിക്ക് ചെയ്യാവുന്ന നടപടിക്രമമാണ്. അതാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊന്നില്ല. പക്ഷേ ഒരു ഭരണകൂടം നിലനിൽക്കെ തന്നെ ആ ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടം പൗരന് ലഭിക്കേണ്ടതായ ചില സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്നുമൊക്കെ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിന് ഒരു സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്നുള്ള, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്നുള്ള കീഴ്വഴക്കവും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം പാടില്ല, ഐകകണ്ഠേന തിരഞ്ഞെടുക്കണം എന്നുള്ള കീഴ്വഴക്കമൊക്കെ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്? ഇതൊക്കെയാണ് ചർച്ചാ വിഷയം.
ഇതൊക്കെ നിങ്ങൾ പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്തെ പോലെ തന്നെ അപ്രഖ്യാപിതമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ചെയ്യുന്നതും പ്രഖ്യാപിക്കാതെ ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ചെയ്തികൾ തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ തിരിച്ചടിക്കും. അത് 1977 കണ്ടു. പക്ഷേ 80-ൽ ഇന്ദിരാഗാന്ധിയെ 350ഓളം സീറ്റുകൾക്കാണ് അധികാരത്തിൽ എത്തിച്ചത്. അതിനുശേഷം 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചു. പക്ഷേ 400-ലധികം സീറ്റ് എന്ന് പറഞ്ഞവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് 153 സീറ്റ് കിട്ടി, കോൺഗ്രസിന് മാത്രമായിട്ട്. ഇവിടെ നോക്കൂ, ഇപ്പോൾ 240 സീറ്റ് നിൽക്കാണ്ട് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. കൂട്ടുകക്ഷി മന്ത്രിസഭയായ NDA മുന്നണിയാണ് ഇന്ന് ഭരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തെ എതിർക്കുന്നവർ, ജനമെതിർത്തു എന്ന് പറയുന്നവർ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ചെയ്തികളെയും ജനമെതിർത്തു എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് തെറ്റായിട്ട് കാണാൻ പറ്റുക? അതാണ് എൻ്റെ ചോദ്യം. യെസ്, TG മോഹൻദാസ്, ഇതിനൊരു മറുപടി, ശ്രീകുമാർ സാറിൻ്റെ വാദങ്ങൾക്കൊരു മറുപടി താങ്കൾ നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീകുമാറിൻ്റെത് എന്നെ വളരെ നിരാശപ്പെടുത്തിയ പോയിൻസായിപ്പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല, ചെയ്തത് ശരിയോ തെറ്റോ. അപ്പോൾ അതിന് അദ്ദേഹം ജനറലായിട്ട് പറയും, അല്ലെ ഇന്ദിരാഗാന്ധിക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിപ്പോൾ നരേന്ദ്രമോദിക്കും തെറ്റ് പറ്റിയിട്ടില്ല. ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ DIR മിസ്സാവിച്ചിട്ട് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒരു കാരണവും കൂടാതെ ജയിലിൽ അടയ്ക്കുന്നതും അഴിമതി കേസിലാണല്ലോ പിടിച്ച് ജയിലിലിടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതിപ്പോൾ കേജ്രിവാളിന് മാത്രമല്ല, മറ്റേ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ജയിലിലല്ലേ? എത്രയോ പേര്, ചന്ദ്രബാബു നായിഡു ജയിലിലായിരുന്നു, പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ ജാമ്യം ഇതൊക്കെ നിയമത്തിൻ്റെ പ്രൊസീജിയറാണ്. കുറേ പേർക്ക് ജാമ്യം കൊടുക്കുന്നുണ്ട്, കുറേ പേർക്ക് സുപ്രീം കോടതി കൊടുക്കുന്നില്ല. പിന്നെ തന്നെ കുറേ നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ അത് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് മാനനഷ്ട കേസുകളാണ് സാർ, അല്ലാതെ അത് നരേന്ദ്രമോദി ഇപ്പോൾ എടുത്ത കേസൊന്നുമല്ല. മാനനഷ്ട കേസാണ്, പ്രൈവറ്റ് കേസുകളാണ് അതൊക്കെ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് അത് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത നാഷണൽ ഹെറാൾഡ് കേസാണ്. അതേ തുടർന്ന് അതിൽ ED അന്വേഷണം സംഗതിയൊക്കെ വന്നു. അതിൽ രാഹുൽ ഗാന്ധി ജാമ്യം എടുത്ത് നടക്കുകയാണ്, സോണിയാഗാന്ധി ജാമ്യത്തിലാണ്. മനസ്സിലായില്ലേ? ഇതിൽ ഈ കേസുകളൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തൊന്നും അല്ലല്ലോ, ഇത് നിയമത്തിൻ്റെ നടപടികളാണ്. ബാക്കി രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള കേസുകൾ മുഴുവൻ മാനനഷ്ട കേസുകളാണ്. എന്ത് ചെയ്യാൻ പറ്റും? മാനനഷ്ട കേസുകൾ പൗരനും കൊടുക്കാൻ പാടില്ലേ? അതിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും. അതിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെടും. ആ ശിക്ഷ, അതിൻ്റെ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ലോക്സഭയിൽ പ്രവേശനം കിട്ടും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യാനാണ്? ഇത് നിയമത്തിൻ്റെ പോക്കാണ്. പിന്നെ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തു, അങ്ങനെ നരേന്ദ്രമോദി സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്താ കോൺഗ്രസ് റിട്ടയർ ചെയ്ത ജഡ്ജിമാരെല്ലാം എന്ത് ചെയ്തു? കഴിവിലേറ്റി കൊന്നോ? കോൺഗ്രസ്സുകാരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ നിയമിച്ചുകൊണ്ടിരുന്നത് തന്നെ നിങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ. അതിനുശേഷം സുപ്രീം കോടതി ഈ അധികാരം കവർന്നെടുക്കുകയായിരുന്നു കൊളീജിയൻ സിസ്റ്റത്തിൽ. കാരണം അത്രയധികമായി ഈ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തൽ ജഡ്ജി നിയമനങ്ങളിൽ. അങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ടാണ് സുപ്രീം കോടതി ഇത്, എനിക്ക് തോന്നുന്നു 93-ലോ മറ്റോ ആണ് കൊളീജിയൻ സിസ്റ്റമായിട്ട് സുപ്രീം കോടതി ഇത് കയ്യിലെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ വരുത്തി വെച്ച പുരിവാലുകളാണ്. എന്നിട്ട് നിങ്ങൾ ഭരണഘടനയും നരേന്ദ്രമോദിയെ കുറ്റം പറയുക. എന്നിട്ട് ചില പീരീഡിൽ ശ്രീകുമാറിന് കോൺഗ്രസിൻ്റെ ചർച്ചയാവാം, മറ്റ് ചില പീരീഡിൽ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്ത് BJPയെ പറ്റി ചർച്ച ചെയ്യണം, മൂന്നാമത്തെ പീരീഡിൽ ഇത് രണ്ടും ചർച്ച ചെയ്ത് കേരളത്തെ പറ്റി ചർച്ച ചെയ്യണം. ഇങ്ങനെ സെലക്റ്റീവായിട്ട് എങ്ങനെ ചർച്ച ചെയ്യും ശ്രീകുമാർ? ഞാൻ ഇടപെട്ടത് അതുകൊണ്ടല്ല, അനിൽ നമ്പ്യാരും മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഞാൻ ഇടപെട്ടത് വേറൊരു കാര്യത്തിനാണ്. 2 തവണ ശ്രീകുമാർ ഒരു സട്ടിൽ ത്രെറ്റായിട്ട് പറഞ്ഞു, ഭാരതത്തിലെ ചില പ്രത്യേക സംഘടനകൾ സർക്കാരിന് എഴുതിയ കത്തുകളും നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ മുമ്പിലില്ല സാർ, ആരുടെ മുമ്പിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതാണ് ആ സംഘടന, ഏതാണ് കത്ത്, അതൊന്ന് പുറത്തു വിടുക. അങ്ങയുടെ ഫേസ്ബുക്കിൽ ഇട്ടാലും മതി, ഞാൻ നാളെ നോക്കിക്കോളാം. വെറുതെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തത്, മനസ്സിലായോ? ഒരു കത്തും ഒളിച്ചു വയ്ക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പേര് ഞാൻ പറയാം, രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ പേരങ്ങോട്ട് പറയണം, എഴുതിയ കത്ത് വെളിപ്പെടുത്തണം, എന്നിട്ട് ആണുങ്ങളെ പോലെ സംസാരിക്കണം. അതല്ലാതെ ചില സംഘടനകളുടെ കത്തുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതെല്ലാം നമ്മൾ മറന്നു പോകരുത്, അതും കൂടെ ഉണ്ട്. പക്ഷെ അതൊരു വിഷയമല്ല. ഇങ്ങനെ അങ്ങ് ഉരുട്ടിപ്പരട്ടേണ്ട കാര്യമില്ല, തുറന്നു പറയുക.
RSSകാർ ഇന്ദിരാഗാന്ധിക്ക് രഹസ്യ കത്തയച്ചു. ആ കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പരസ്യപ്പെടുത്തുകയാണ്. അതങ്ങോട്ട് ചെയ്യ് ശ്രീകുമാരൻ. ഡോണ്ട് ട്രൈ ടു ബ്ലാക്ക് മെയിൽ RSS. ശ്രീകുമാർ, ആ RSSനെ തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചത്, അതോ TG തെറ്റിദ്ധരിച്ചതാണോ? അതായത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഈ ചരിത്രം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ നാട്ടിൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ചരിത്ര രേഖകളുണ്ട്, ഒരുപാട് വാർത്തകളുണ്ട്. ഈ വാർത്തകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. അതിലൊന്നും ശ്രീകുമാറൊന്നും കണ്ടുപിടിച്ചതല്ലല്ലോ. എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചത്, ഏതൊക്കെ രാഷ്ട്രീയ കക്ഷി ഏതൊക്കെ നിലപാടെടുത്തു എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ്. അത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംഘടനകളെ ആക്ഷേപിക്കുക എന്നുള്ള എൻ്റെ ഒരു നയമല്ല. പക്ഷെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മേനി നടിക്കുന്നവർ അക്കാലത്ത് എന്താണ് ചെയ്തത് എന്നുള്ളതൊക്കെ ചരിത്രപരമായ വസ്തുതകളായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നതാണ്. നമ്മൾ വാർത്തകളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ 77-75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കാലമാണ്. പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ വാർത്തകളെന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ചില സംഘടനകൾ എഴുതിയ കത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന്. നമ്മുടെ എന്ന് പറയുന്നത് ബഹുവചനമാണല്ലോ. എൻ്റെ മുമ്പിലില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നിങ്ങൾ അതൊന്ന് പരസ്യപ്പെടുത്തു. വാർത്തയല്ല, കത്ത് പരസ്യപ്പെടുത്തു. RSS എഴുതിയ കത്ത് പുറത്തു വരട്ടെ എന്ന്. എന്തിന് നിങ്ങൾ ഭയക്കണം? എന്തിന് നിങ്ങൾ ജനറലൈസ് ചെയ്യുന്ന ഇങ്ങനെ? ഒരാവശ്യമില്ല. യു ക്യാൻ സ്പെസിഫിക്കലി അറ്റാക്ക് RSS ബോൾഡ്ലി. ഇത് ഞാനൊരു സംഘടനയുടെയും പേര് പറഞ്ഞിട്ടില്ല, താങ്കളാണ് പേര് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ നമ്മൾ ഈ കാണുന്നത് വായിക്കുന്നതും പറയുന്നതേ നമ്മൾ പറയുള്ളൂ. ഇതെല്ലാം പുറത്തു വെക്കുക, ഇതെല്ലാം മേശപ്പുറത്ത് വെക്കുക എന്നൊക്കെ ഒരു ചർച്ചയിൽ നമ്മൾ ചരിത്രമാണ് പറയുക. ആ ചരിത്രത്തിൽ നമ്മൾ എന്തൊക്കെ കേട്ടോ അല്ല TG ആവശ്യപ്പെട്ട നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനീ പറഞ്ഞ അല്ല ഏത് സംഘടന ഞാൻ പറഞ്ഞ ഏത് സംഘടനയാണെന്നോ. താങ്കൾ പറഞ്ഞ സംഘടന ഏതാണ്? താങ്കളുടെ സംഘടനയുടെ പേര് പറഞ്ഞില്ലേ? RSS. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ ചരിത്രമായിട്ട് കൂട്ടിയിണക്കുകയാണ്. അതേ നമ്മൾ ഇവിടെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചരിത്രത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ പറയട്ടെ, ഞാൻ കേൾക്കട്ടെ. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോ ചരിത്രപരമായി നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ കൂട്ടത്തിൽ സംസാരിക്കും. അത് ഏതാണ്, എങ്ങനെയാണ്, എവിടെയാണ്, നിങ്ങളുടെ രേഖയുണ്ടോ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കാൻ വരണ്ട. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ ഈ പറയുന്ന വാർത്ത ഈ ചർച്ച കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. അത് മനസ്സിലാകാത്തവർ ചരിത്രം പരിശോധിച്ചത് ബോധ്യപ്പെടട്ടെ. TG ബോധ്യപ്പെട്ടോ? നല്ലൊരു കാര്യമാണ്. മനസ്സിലാകുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാത്തവർ വീട്ടിൽ പോട്ടെ. നല്ല കാര്യം. ശരി, ആയിക്കോട്ടെ. റൈറ്റ്, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. യെസ്